പിടിച്ചോ നോക്കിക്കോ. ഇങ്ങോട്ട് കൊണ്ടുപോകല്ല. എന്റെ പുഷ്കരൻ ചേട്ടാ, എന്നെ ഒന്ന് വേഗം വിട്. നേരും അങ്ങ് ഇരുട്ടി. പ്രായമായൊരു കുട്ടികളും അങ്ങ് നേരത്തെ വീട്ടിൽ പോട്ടെ. തങ്കമണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ മില്ലിൽ അടച്ചിട്ട് ഈ പുഷ്കരൻ ചേട്ടൻ തന്നെ നിന്നെ വീട്ടിക്കൊണ്ടുപോകും. ചേച്ചി പോയാട്ടെ, ഞാനിവന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. തൊട്ടുപോലെ തന്നെ മെയിൻ സ്വിച്ച്. അല്ല വേണ്ട, വാടക തരാത്തോണ്ട് നിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കൊള്ളാം. അങ്ങനെയല്ല, അമ്പലത്തിൽ വെച്ചു കുറുമൊഴി കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ. ഇവനൊക്കെ എവിടുന്ന് വരണേ? അപസ്വരം പാടിയാൽ അവതാളമല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പ്രകൃതി ദോഷികള്. നീ പിടിക്കേ. അതെ പിടിക്കേ. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴി കുന്നിൽ വെച്ചോ കുപ്പിവള കുപ്പിവള. എന്റെ ഭഗവതി, ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഈ കോളത്തിലായതേ ഉള്ളൂ. ഇവന്മാരെ ഇന്ന് ഞാൻ പുറത്തേക്ക്. അല്ല ഭാവതര, ഇതെന്നെ ഭാവിച്ചോണ്ടാ? ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. പന്തുവരാളി തന്നെ ഞാൻ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ കലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല അമ്മാവ. ഓ, ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുകുട്ടിന് 1 മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്? അതും നല്ല ഒന്നാന്തര പാട്ട്. അമ്മാവ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ, നമുക്ക് ഇതൊക്കെ വലിയ വളക്കേകാവുള്ളൂ, ഒടിക്കരുത്. നമ്മൾ ഏതായാലും ചെയ്യാവുന്നേ. നമുക്കിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? നമുക്ക് സ്വരം ഒന്ന് മാറ്റി പിടിക്കാം. നീ മധ്യമത്തിൽ പിടിച്ചേ. മധ്യമം പിടിക്കട്ടെ. ധൈര്യമായിട്ട് പിടിടാ. എടി കൊച്ചെ, ഞാൻ മോശത് പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ അമ്മ ഉറച്ചെടുക്കാൻ പോക്കാം. എന്താ ടീച്ചർ? കൺഗ്രാജുലേഷൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിപാടി ഇഷ്ടപ്പെട്ടോ ആവോ? അതുകൊണ്ടല്ലേ നർത്തകിയെ നേരിട്ട് അഭിനന്ദിക്കാൻ വന്നത്. സുഗന്ധി, ഇത് സുരേഷ് മുതലാളി. നമസ്തേ. കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ മുതലാളി, സിനിമ ഒരു പടം നിർമ്മിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ല, കുട്ടിയുടെ രക്ഷകർത്താക്കളൊക്കെ? അയ്യോ, ഞാനിവിടെ ഉണ്ട്. ഞാനെല്ലാം കേട്ടു മുതലാളി. എന്റെ മോളുടെ വലിയ ആഗ്രഹമാ സിനിമയിൽ അഭിനയിക്കണമെന്ന്. മുതലാളി തന്നെ എന്റെ മോളെ ഒന്ന് പൊക്കണം. എന്താ കൈമളാശാന ഇത്? ആശാൻ ഇത്തിരി കൂടിപ്പോയി ഇല്ലേ? അമ്മാവൻ ഇത്തിരി ഫിറ്റാ. ഏത് കലാകാരി ഒന്ന് പൊക്കി വിട്ടാലേ മുന്നോട്ട് വരൂ. ഒരവസരം വേട്ടെ. എന്റെ മോളെ ജയപ്രദയും ശ്രീദേവിയും എല്ലാവരെയും വെട്ടും. അതേടാ. ശ്രീദേവിയോ? സുഗന്ധിയുടെ മുമ്പിൽ ശ്രീദേവിയൊക്കെ ആര്? പക്ഷേ സഹകരിക്കണം. കേട്ടോ മുതലാളി, അവള് സഹകരിക്കും. വേണമെങ്കിൽ ഞാനും സഹകരിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ആദ്യമായിട്ട് അലമേലുവിന്റെ അലവലാതി കമ്പനിയിൽ നിന്ന് മാറണം. നമ്മളെ പോലുള്ളവർക്ക് അത് മോശമല്ലേ? പിന്നല്ലാതെ എന്തോന്ന് പാലെ. മുറച്ചെറുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. എന്നവിടുന്ന് രാജിവെക്കുന്നു. അടുത്ത ആഴ്ച മദ്രാസിൽ, അതിനടുത്ത ആഴ്ച ഷൂട്ടിംഗ്. അതിനടുത്ത ആഴ്ച ശ്രീദേവിയും ജയപ്രദയും ഔട്ട്. നിന്റെ കച്ചവടം മുടക്കണ്ടെന്ന് വിചാരിച്ച അങ്ങോട്ട് വന്ന് പറയാണ്ടിരുന്നത്. ഉസ്മാന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? വിസ ശരിയായോ? ശരിയാവും. അവൻ 2 ആഴ്ചക്കുള്ളിൽ വരും. പക്ഷേങ്കില് നമ്മള് വിചാരിച്ച തുകയിലൊന്നും ഒതുങ്ങൂല അപ്പുകുട്ട. നീ കൊടുത്ത അഡ്വാൻസ് കൂടാണ്ട് 15,000 രൂപ കൂടെ ഏജന്റിന് കൊടുക്കണം ആ കത്തില്. 15,000 രൂപയോ? ഇവന്റെ അബൂക്ക ഈ അവസാന സമയത്ത് ഇങ്ങനെ പറഞ്ഞ ഉസ്മാന്റെ കുറ്റല്ല. അതെനിക്കറിയാം. ഞാൻ എത്ര കൂട്ടിയാലും കൂടൂല അബൂക്ക.
അഡ്വാൻസ് കൊടുത്തത് തന്നെ ആകെ സമ്പാദ്യ 15,000 രൂപ എന്ന് പറയുമ്പോ ആലയും വീടും ഒക്കെ വിറ്റാലും അത്രയും വരില്ല. ഞാനൊരു വഴി പറയട്ടെ, മംഗലത്ത് അമ്മച്ചിയോട് ചോദിച്ചാലോ? ഏയ്, ഞാനങ്ങനെ അവരോടൊന്നും വാങ്ങാറില്ല. പിന്നെ എന്താ ഇപ്പൊ ഒരു വഴി? എന്റെ പോക്ക് മുടങ്ങും അബുക്ക. നീ ഇപ്പൊ നിന്നോ. അമ്മ എന്താ ഈ സമയത്ത്? മനസ്സിന് വിഷമം വന്നാ പിന്നെ നേരവും കാലം നോക്കാനുണ്ടോ? എന്തു പറ്റി അമ്മേ? അമ്മേ, നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും അറിയാമെന്നായിരുന്നു ഇതുവരെ എന്റെ വിചാരം. അത് വിസയുടെ കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ അബുക്കോട് എന്താ പറഞ്ഞത്? ഞാൻ അവരോടൊന്നും വാങ്ങാറില്ല, അതൊക്കെ മോശമാണെന്ന് അല്ലേ? അമ്മേ, അത് അമ്മയുടെ എവിടുന്നാ കാശ്? ഞാൻ ചോദിച്ചിട്ട് തരാൻ വയ്യഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് നിന്റെ കയ്യിലാണോ? വിസ വരുമ്പോ പറ, കാശ് ഞാൻ തരാം. ഞാനിപ്പോ നല്ല സ്റ്റഡിയായി അല്ലേ ആശാനെ? ഇല്ല, നീ തീരെ ശരിയായിട്ടില്ല. ആയി ആശാനെ. ഇല്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ക്ലച്ചിടുന്നു, റിവേഴ്സിൽ പോകുന്നു, ഗിയർ മാറുന്നു. ഇനിയിപ്പോ എന്താ ശരിയാവാനുള്ള? ശരിയാവാനുണ്ട്. എന്ന് പറഞ്ഞാലേ ആശാന്റെ ഫീസും എന്റർടൈൻമെന്റ് ടാക്സും ഒക്കെ തന്ന് ഞാൻ സ്റ്റഡി ആവുമ്പോഴേക്ക് ഞാൻ കുത്തുവാള എടുക്കും. എടാ, ഒരു തൊഴിലായിട്ട് പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എല്ലാം പഠിപ്പിക്കാൻ വരും. Ready? ആശാൻ അതൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീണ്ടുള്ള നല്ല പ്രാക്ടീസ്. നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞതാ നീ ശരിയല്ല. ഇപ്പൊ മനസ്സിലായി. ചെന്നാണല്ലോ തള്ളിക്കേട്ടെ. ഗോപേട്ട, എന്റെ പേരിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് മെച്ചൂർ ആയില്ലെന്ന് അമ്മ ചോദിച്ചു. ആയല്ലോ. എന്താ ഡേറ്റും തീയതിയൊക്കെ എത്ര കൃത്യമായിട്ട് ഓർമ്മ? അതിന്നൊരു 10,000 രൂപ വേണമെന്ന് അമ്മ പറഞ്ഞു. എന്തിനാ? അപ്പക്കുട്ടന് വിസ കിട്ടി, അതിനിപ്പോ 10,000 രൂപ കൊടുക്കണമെന്ന് അമ്മ പറയുന്നത്. നമ്മളോ? അതെ. 100-200 സംഭാവനയായിട്ട് കൊടുക്കുന്ന മനസ്സിലാക്കാം, അല്ലെ വണ്ടിക്കൂലി കാശ് കൊടുക്കുന്ന മനസ്സിലാക്കാം. 10,000 രൂപയോ? അവൻ നിന്റെയൊക്കെ ആരാ? 10 പൈസ ഞാൻ തരില്ല. നിന്റെ തള്ളെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയിട്, അല്ലെ കേസ് കൊടുക്കാൻ പറ. ഞാൻ ആരോടും ഒരു സൗജന്യം ചോദിച്ചില്ലല്ലോ. വടക്കേപ്പാട്ട് പറമ്പ് വിറ്റ കാശ് എന്റെ ചെലവിന് ആധാരത്തില്, അതല്ലേ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയത്. എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ ആരുടെ എല്ലാം കാല് പിടിക്കണം? ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. അവൻ തരില്ല, എനിക്കതറിയാം. ആ ചെക്കനിപ്പോ വരില്ല എന്റെ ദേവി. അമ്മ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഓഹോ, ഇപ്പൊ നീയും കാലും അറിയോ? അതല്ലമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അപ്പു അന്യനല്ലേ. അവന് വേണ്ടി ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരോടും വഴക്കിനില്ല. എന്റെ ദുഃഖം ദേവിയോട് പറഞ്ഞതേ ഉള്ളൂ, നിന്നോട് പറഞ്ഞില്ലല്ലോ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. വാളുകത്തി, കറിക്കത്തി, വാക്കത്തി, പിച്ചാത്തി, വട്ടമുന, കൊച്ചുപിച്ചാത്തി, തൂമ്പ, ഇലവെട്ടി. കൊച്ചുപിച്ചാത്തി, വട്ടമുന, വാളുകത്തി, തൂമ്പ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വൻപിച്ച റിഡക്ഷൻ സെയിൽ. കൊച്ചുപിച്ചാത്തി, തൂമ്പ, വട്ടമുന. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. കൊച്ചുപിച്ചാത്തി, വാളുകത്തി. എടാ, നിന്നോടാ പറഞ്ഞ ബില്ലിനെ ബാധിക്കുന്ന പണി പാറ്റികളെ. ഇലവെട്ടി 15 രൂപയ്ക്ക് ഇലവെട്ടി വേണോ?
എന്റെ ചേരക്കര ഭഗവതി, ഇവന്റെ ദുബായി പോക്ക് മുടങ്ങി ഇവൻ തെണ്ടി കുത്തുവാളെടുത്ത് തെണ്ടുന്നത് എന്റെ കൺകുറുകെ കാണിക്കണേ. ദേവി ഭുവനേശ്വരി മഹാമായേ. എന്താ സാർ? മംഗലത്ത് തറവാടിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ സാറിന്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർ ആവുന്ന തീയതി വരെ. ഇനി എന്റെ പ്രോഗ്രാം കൊണ്ട് എടുത്ത് വല്ല പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അവന്റെ ഒരു ദുബായ് പോക്ക്. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കത്തിയെല്ലാം ചുളുവലിക്ക് പോയി. ഇവനിനി കുത്തുവാള കുത്തുവാള. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ആവേശത്തിന് ദുബായി പോണം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. പക്ഷെ ആ ദിവസം അടുത്ത് വരുമ്പോ എനിക്കങ്ങോട്ട് വല്ലാത്തൊരു വിഷമം. കേട്ടോ ചേച്ചി, ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു നഷ്ടമല്ലല്ലോ, ഒരു തൊഴില് പഠിച്ചെന്നല്ലേ ഉള്ളൂ. ഞാനിവിടെ എങ്ങാനും ജോലി ചെയ്തോളാം. എനിക്ക് വയ്യ പോവാൻ. എനിക്ക് എല്ലാരെയും എന്നും കാണണം. അമ്മച്ചിയെയും ചേച്ചിയെയും അമ്പലവും എല്ലാവരെയും. ഞാൻ പോകത്തില്ല. അമ്മച്ചി കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വേണ്ട. ഒന്നാമത് വലിയ ചൂടാണ് അവിടെ, താമസിക്കാനും സൗകര്യമില്ല. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാൻ പറ്റൂന്ന ഉസ്മാന്റെ കത്തില്. എനിക്ക് വയ്യ, എനിക്ക് ഇവിടം വിട്ടു പോകാൻ വയ്യ. ഞാൻ വൈകിട്ട് വരാം. പ്രശ്നമാണ്. എന്തായാലും നീ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ ഇൻസ്പെക്ടറോട് പോവാൻ പറ. ഞാൻ കാരണം അമ്മ വിഷമിക്കരുത്. ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഉള്ളതെല്ലാം വിറ്റിട്ടാ ബാലയെ സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ ഉത്സവ സീസൺ വരാതെ ഒരു രക്ഷയില്ല. അപ്പൊ കൊടുത്താൽ മതിയാവോ? അപ്പോ ഉസ്മാൻ അവിടെ കൂലിപ്പണിയാ. അയാള് പറഞ്ഞാലൊന്നും ഏജന്റ് സമ്മതിക്കയില്ലെന്നാ അബൂക്ക പറഞ്ഞത്. 4-5 ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ വിസ പോകും. എന്റെ വീട് ഒറ്റ കൊടുക്കാന്ന് വെച്ചാ അതിന്റെ ആധാരം സുരേഷ് മോലാളിയുടെ കയ്യിലാ. കുടിയടപ്പല്ലേ, ചോദിക്കാൻ ഒക്കുവോ? വണ്ടി വേണേ വിൽക്കാം, ഒരു 10-15 രൂപ കിട്ടും. പക്ഷെ അതോടെ എന്റെ കഞ്ഞിപൊടി കിട്ടും. വേണ്ട ആശാനെ, എനിക്ക് വേണ്ടി നിങ്ങളല്ല എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ പറഞ്ഞ നേരാ, എനിക്ക് പോണ്ട. അപ്പോ അമ്മ എന്താ എന്താ അമ്മേത്? 10,000 രൂപയിട്ട്. എന്റെ കയ്യിൽ എവിടുന്നാ കാച്ചെന്നായിരിക്കും. റൈസ് മിൽ പണയപ്പെടുത്തി. അയ്യോ, അത് വേണ്ടായിരുന്നമ്മേ. മരിച്ചു കഴിയുമ്പോൾ റൈസ് മിൽ എടുത്തുകൊണ്ട് മണ്ണിനടിയിൽ പോകാൻ ഒക്കില്ലല്ലോ. ഒരു നല്ല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആശ കൊണ്ടാ. വിസയുടെ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ പോയി തൊഴുതിട്ട് വാ. പ്രസാദം കൊണ്ടുവരണേ. ആശാനെ, ഇത് ഓലടിച്ചല്ലോ മോനെ. എല്ലാം ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമാ. ആശാനെ, എനിക്ക് വണ്ടി ഒന്ന് വേണം, ഗുരുവായൂർ പോകാനാ. വണ്ടി എങ്ങനെ കൊണ്ടു? കെട്ടി ഓടിച്ചോട് പോവോ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ എനിക്ക് അവിടെ ഓടിക്കാലോ. അത് വേണോ? ഞാനിപ്പോ സ്റ്റഡി ആയില്ലേ ആശാനെ? നീ ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല ഇവൻ. എന്റെ ആശാനെ ശരിയായി. ശരിയായിട്ടില്ല. ഓക്കെ ആശാനെ, ദുബായി പോയാലും ഞാൻ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത്, അല്ലേ രാമൻകുട്ടി? പിന്നെ അതെ, എന്നാൽ ഇത് ശരിയായിട്ടില്ല. സ്റ്റഡിയായി ആശാനെ. ശരിയായി ആശാനെ. ആശാൻ കാണാഞ്ഞിട്ടാ. എന്നെ അല്ല അല്ല, അതെ ഇതേ ആശാന്റെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി ആയിക്കോളും. അത് ശരിയാ. ഏതായാലും ഈശ്വരകാരുണ്യപരമായ ഒരു കാര്യത്തിനല്ലേ.
ഏ? ഏ? ആ ഇതെങ്ങോട്ടാ ഈ ബാഗും ഒക്കെ ആയിട്ട്? വീട്ടിലേക്ക് 2 ദിവസത്തെ അവധി. അപ്പുകുട്ടൻ ഇത് എവിടെ പോയി? എവിടെ ആശാൻ? അതൊക്കെ പണ്ട്. ഇപ്പൊ ആശാനൊന്നും വേണ്ട. എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഗുരുവായൂർക്ക് പോയിട്ട് വരിക. ഇങ്ങോട്ട് കയറിയട്ടെ. ഞാൻ അമ്പലത്തിന്റെ അവിടെ ഇറക്കാം. ബസ് അവിടെ നിൽക്കും. അതൊക്കെ അപ്പുകുട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്. കയറിയാട്ടെ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ആ രണ്ടാളും പുറത്തിരിക്കുക. ഇങ്ങ് അകത്തോട്ടിരിക്കേ. ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ അലിയാ? പിന്നെ അയ്യാ ഒറ്റ സെക്കൻഡ്, ഞാൻ അബൂക്കെ കണ്ടിട്ട് വരാം. ഡ്രൈവിംഗ് നീ എന്തിനാടാ ഈ പെണ്ണിനെ കൂട്ടി ഈ വഴി വന്നത്? നാട്ടുകാരെന്ത് പറയും? അയ്യോ, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങാനാ. ആ പിന്നെ കട പൂട്ടുന്നതിന് മുമ്പ് വരണേ. ആ. ശരി. ഓരോരുത്തന്റെ യോഗം. ആ എന്റെ വണ്ടി എടുത്തത് ഇപ്പൊ അറിയണം. നേരം വെളുത്തോ പോലും ഞാൻ എന്റെ വണ്ടി അന്വേഷിച്ച് ഇറങ്ങുക. എടുത്തത് ആശാന് എവിടുന്ന് വരുന്നു? നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല, പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി എടുത്തത്? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? ആഹാ. എടാ മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ള് ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാവണാ പോകുന്നത്. ചെറ്റേ. എന്റെ ചോറ എന്റെ വണ്ടി. എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവൂല. ഒരു കുപ്പി കള്ള് വാങ്ങിച്ചാടാ പ്ലീസ്. കൊച്ചുട്ടി ഒരു കുപ്പി കള്ള് പറയടാ. ആശാന്റെ പറ്റിൽ എഴുതിക്കോ. ആശ അവിടെ ഇരിക്കെ. കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചെറ്റേ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞെങ്കിൽ വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ? ശരി. ആശാനെ, ആശാനെ, ഇല്ല. ചാണ്ടിക്കുഞ്ഞാശാനെ. ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയോ? വണ്ടിയുടെ താക്കോൽ ചുമ്മാ ഇടണം. എന്റെ വണ്ടി ഞാൻ വിറ്റു. ഇതെന്തൊരു കഷ്ടമാന്ന് നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഇടൂ. ഒരു കുപ്പി വേണോ? കുടിച്ചോ. ആവശ്യമില്ല. ആശാൻ അങ്ങ് പറഞ്ഞു വേണ്ട. ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. ഗുരുവായൂർ പോവാന്ന് എന്റെ ശിഷ്യൻ അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരു പോക്ക് പോയി ചത്തു.